ഭാഗം ഇങ്ങനെ പറയുന്നു, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം എന്ന് നീ എന്ത് ചെയ്ത് തരണം, ഹല്ലേലൂയ, ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. എന്ത് വേണേലും എലീശായ്ക്ക് ചോദിക്കാം. ഈ ചോദിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഈ വിഷയത്തിനകത്ത് രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഏലിയാവോ ഒന്ന് ഏലീശായും. ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ചും ഏലീശയെ കുറിച്ചുമായി പറയുന്നത്, ഏലിയാവ് ഏലീശയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപ് നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക. ഒരു നല്ല ഓഫർ ആരുടെ മുമ്പിൽ വരിക? ഏലീശയുടെ മുമ്പിൽ വരിക. ഹല്ലേലൂയ. ഇതൊരിക്കലും ഒരു ഭൗതിക ചോദ്യമായിരുന്നില്ല. എന്ത് ചോദിച്ചാലും കൊടുക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമായിരുന്നു ഏലിയാവ് ചോദിച്ചത്. ഹല്ലേലൂയ. ഏലിയാവ് അഗ്നിയുടെ പ്രവാചകനെന്നും ശക്തിയുടെ പ്രവാചകനെന്നും അറിയപ്പെടുന്ന പ്രവാചകനാണ്. എന്ത് ഏലിയാവിനോട് ചോദിച്ചാലും അന്നേരം ആർക്ക് കൊടുക്കാൻ പറ്റും? ഏലീശായ്ക്കോ കൊടുക്കാൻ ഏലിയാവിന് കഴിയും. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചിട്ടായിരിക്കണം ഏലിയാവ് ചോദിച്ചത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നമ്മളോടാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് എന്തെല്ലാം വിഷയം ഉണ്ടായിരുന്നു ചോദിക്കാൻ. ഹല്ലേലൂയ. കർത്താവേ, കുറേ നാളായി രോഗമാണ്, കർത്താവ് സൗഖ്യമാക്കണം. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ജോലി തരണം. കടബാധ്യതയാണ്, ബാധ്യത മാറണം. ഇപ്പോൾ കിടക്കുന്ന വിഷയങ്ങൾ ഒത്തിരിയാണ്, അതിനകത്തൊന്ന് പുറത്തു വരണം. ഒരു നല്ല ഭവനമില്ല, ഒരു നല്ല ഭവനം വേണം. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യം നമ്മുടെ മുമ്പിൽ നടപ്പുണ്ട്. ഹല്ലേലൂയ. എലീശയുടെ മുമ്പിലും ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു ചോദ്യം പുറപ്പെട്ടാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചു, ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ സെയിം ചോദ്യം ദൈവം ശലോമോനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ശലോമോൻ പറയും, വേറൊന്നും വേണ്ട, എനിക്ക് തന്ന ജനത്തെ ഭരിക്കുവാൻ എനിക്ക് വിവേകമുള്ളൊരു ഹൃദയം വേണം. വചനം പറയുന്നു, ദൈവത്തിന് തൻ്റെ ചോദ്യം പ്രസാദമായി. ഹല്ലേലൂയ. ഇതുപോലൊരു സിറ്റുവേഷന്റെ മുമ്പിലാ ഏലീശ വന്ന് നിൽക്കുന്നത്. ആരാണ് എലീശ? നമുക്കറിയാം, ഏലിയാവ് ഒരു വേള തൻ്റെ മേൽ കിടന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷീണം വന്നപ്പോ, ക്ഷീണം എന്ന് വെച്ചാൽ ശക്തിയുടെ പ്രവാചകനെന്നും അഗ്നിയുടെ പ്രവാചകനെന്നും ഏലിയാവ് അറിയപ്പെടാനുള്ള ഒറ്റ റീസൺ ഇതാണ്. എന്താ കാര്യം? കർമ്മേലിന്റെ മുകളിൽ ഒരു യാഗപീഠത്തിന്മേൽ സ്വർഗത്തിന് തീയിറക്കി, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിന് തീയിറക്കിയ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഹല്ലേലൂയ. സ്വർഗത്തിന് തീയിറക്കി. ഇത് കണ്ട് ദേശം മുഴുവനും പറഞ്ഞു, ഏലിയാവ് ഭയങ്കര പ്രവാചകന്, ഭയങ്കര ശക്തനാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിന്റെ മറുപടി വരുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഏലിയാവിനെ അംഗീകരിച്ചു. ആമേൻ. ദൈവത്തെ അംഗീകരിച്ചു. അങ്ങനെ ഒരു പ്രവാചകൻ തൊട്ടടുത്ത് ഇസബേലിന്റെ വാക്കിന്റെ മുൻപിൽ ഒന്ന് ക്ഷീണിച്ചപ്പോൾ കർത്താവിനോട് പറയുക, കർത്താവേ, മതി, ഇനി അങ്ങനെ എടുത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഞാൻ പറയും, ക്ഷീണത്തിന്റെ നടുവിലും നമ്മളെ വിട്ടു കളയാത്ത ഒരുവനുണ്ട്. ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ഒന്നല്ലെങ്കിൽ പലതരത്തിൽ ശുശ്രൂഷയുടെ മേഖലയിൽ നിന്നിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. ദൈവത്തിന് പൂർത്തീകരിക്കേണ്ടത് നിങ്ങളിലൂടെ പൂർത്തീകരിക്കുവാൻ സ്വർഗം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുക. നിങ്ങൾ തളർന്നു പോകണമെന്ന് സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് നിങ്ങളുടെ മേലുള്ള പദ്ധതികളെ സ്വർഗം ഈ ദിവസങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം എവിടൊക്കെ ഉറങ്ങിപ്പോയ ഏലിയാവുമാരെ സ്വർഗം തട്ടുക. എന്തിനെന്നറിയാമോ? ഒരു പുതിയ അഭിഷേകത്തോടെ നീ എഴുന്നേറ്റ് മുൻപിലോട്ടാടുവാൻ. ചില മേഖലകൾ നമ്മളെ നോക്കി പറയുന്നുണ്ടാകാം, തോൽപ്പിച്ചു കളയുമെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ പോകുന്നത്, തോറ്റുപോകാതെ നമ്മൾ നടത്താൻ കഴിയുന്ന ഒരു അഭിഷേകത്തെ കുറിച്ച്. അല്ലയോ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നീ ഇതിന്റെ മുൻപിലായിരിക്കുമ്പോ, ദൈവ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുമ്പോ, ദൈവിക പദ്ധതികളിലേക്ക് സ്വർഗം ചിലരെ കരം പിടിക്കുക. വെറുതെ
വിടത്തില്ല. സ്വർഗം ഇന്ന് വെറുതെ വിടത്തില്ല. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടോ? നീ എവിടെ നിർത്തിയോ അവിടെ നിന്നൊരു പുതിയ ശക്തിയോടെ തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരെ ബലപ്പെടുത്താൻ പോകുന്നു. ചിലരെ ബലപ്പെടുത്താൻ പോകുന്നു. നിന്നെ നോക്കി നീ പരാജയമാണെന്ന് പറഞ്ഞെടുത്ത്, നിന്നെ നോക്കി പരിഹസിച്ചെടുത്ത്, നിന്നെ നോക്കി നിന്ദിച്ചെടുത്തെന്ന് സ്വർഗം നിങ്ങളുടെ തല ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചേ. ഇവിടെ ഏലിയാവ് തളർന്നു പോയപ്പോൾ ഏലിയാവിനോട് പറയാൻ പറ്റത്തില്ല, നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് താല്പര്യമില്ല. തോളത്ത് തട്ടി ഭക്ഷണം കൊടുത്തു, എഴുന്നേൽപ്പിച്ചിട്ട് പറയുക, ശുശ്രൂഷ തീർന്നിട്ടില്ല, നിനക്ക് പകരമായി ഒരുവനെ നീ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. പേര് ശാഫാത്തിന്റെ മകനായ എലീശ. ഹല്ലേലൂയ. പേരും അഡ്രസ്സും കൊടുത്തു. ഏലിയാവ് എലീശായെ തേടിപ്പോയി. വയലിൽ അവൻ കാളകളോടുകൂടെ 12 ഏർക്കാളകൾ 12ാമത്തെ ജോഡിയോടുകൂടെ, ഏറെന്ന് വെച്ചാൽ ഒരു ജോഡിയെന്ന്, അവൻ 12ാമത്തെ ഒരു ഒഴിവിക്കുമ്പോൾ ഒരു നുഖത്തിന് അപ്പുറം ഇപ്പുറം കാളകൾ കാണും. നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കാം. ഒരു ഏറെന്ന് വെച്ചാൽ 2 കാളകളും ഒരു നുഖവും അടങ്ങിയത്. ഹല്ലേലൂയ. അപ്പോൾ 12ാമത്തേതിനോടുകൂടെ ആര് നിൽക്കുക? എലീശ നിൽക്കുക. ഏലിയാവ് ചെന്നു തന്റെ മേൽ കിടന്ന പുതപ്പെടുത്ത് എലീശയെ പുതപ്പിച്ചു. ഹല്ലേലൂയ. തിരിച്ച് അതേ പുതപ്പ് അതുപോലെ എടുത്തുകൊണ്ട് താൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ചിലരൊക്കെ അവൻ എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു, എലീശ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന്. എന്തോ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ സ്വന്തം വകയല്ലാത്ത കാളയും കലപ്പയും വെട്ടി നുറുക്കാൻ ആർക്കെങ്കിലും അനുവാദം കിട്ടുമോ? ഹല്ലേലൂയ. 12ാമത്തേതിനോട് എലീശ എന്നാ പറഞ്ഞേക്കുന്നേ. ആമേൻ. വചനം പറയുന്നു, എലീശ പുതപ്പിട്ട് കഴിഞ്ഞപ്പോ എലീശയുടെ മേൽ ഏലിയാവ് പുതപ്പിട്ട് കഴിഞ്ഞപ്പോ എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി എനിക്കിവിടെ നിൽക്കാൻ ഒക്കത്തില്ല, ഇതിലും വലുത് മറ്റെന്തോ എന്റെ മേൽ വന്നു വീണിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ അഭിഷേകത്തിനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ആള് മാറ്റും, നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റും, നമ്മുടെ ലക്ഷ്യങ്ങളെ മാറ്റും, നമ്മുടെ ചിന്തകളെ മാറ്റും. ലോകം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന പരിധികളെ ഈ അഭിഷേകം പൊട്ടിക്കും. പിശാച് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന പരിധികളെ ഈ അഭിഷേകം പൊട്ടിക്കും. ഈ അഭിഷേകം അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ നടക്കുന്നത് ലോകത്തിനൊപ്പം ആയിരിക്കത്തില്ല, അഭിഷേകത്തിനൊപ്പമായിരിക്കും. ഇന്ന് പകൽക്കാലം അഭിഷേകത്തിനൊപ്പം ചലിക്കുന്നവർക്കായി, ചലിക്കാൻ താല്പര്യപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഒന്നുമല്ലായിരിക്കാം, ശരിയാ, അവൻ ഒന്നുമല്ലാത്തിരിക്കാം, അവൻ ലാസ്റ്റിന് എത്തിയായിരിക്കാം, ഏറ്റവും കുറഞ്ഞ വ്യക്തിയായിരിക്കാം, ഏറ്റവും താണ വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ ലക്ഷ്യം മാറ്, അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ തസ്തിക മാറ്, അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ സ്റ്റാറ്റസ് മാറ്, അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം മാറും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ സാധാരണ പോലെ ജീവിച്ചിരുന്നപ്പോ ഒരു നല്ല വീട്, ഒരു നല്ല കാറ്, അവൻ അല്ലെങ്കിൽ ലോകത്തിനൊരു സാമ്പത്തിക, അവൻ ഒരു ഭദ്രത, ആരോഗ്യം, ഇതൊക്കെ മാത്രം ആഗ്രഹിച്ചിരുന്ന എത്രയോ പേർ ഈ അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോ സകലതും വിട്ടേച്ച് പൊട്ടനെ പോലെ ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇതിനകത്തുകൊണ്ട് അതുപോലെ ലോകത്തിന് വില കൊടുക്കാതെ അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോ അവൻ ലോകത്തിന്റെ സ്റ്റാറ്റസിന് വില കൊടുക്കാതെ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം പേർ, ഞാൻ പറയോ, നിന്നെ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, നീ തോറ്റു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ദേശത്തിന്റെ നടുവിൽ, നിന്റെ കൂട്ടുകാരുടെ നടുവിൽ, നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ സ്വർഗം അയക്കാൻ മറ്റൊന്നും ചിന്തിക്കാതെ, നാളെ എന്തെന്ന് ചിന്തിക്കാതെ, ഭാവി എന്തെന്ന് ചിന്തിക്കാതെ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങളെ തൊടുക. ഹല്ലേലൂയ. എനിക്കറിയാം, നിന്നിരുന്ന സാഹചര്യങ്ങളെ തിരിഞ്ഞു നോക്കാതെ, ഭാവി എന്ന് നോക്കാതെ, ഞാൻ ഇങ്ങനെ പറയും, എലീശയുടെ മേൽ ഏലിയാവ് പുതപ്പിട്ടപ്പോഴേ എലീശ പറയുക, യജമാൻ പുതപ്പിട്ടിട്ട് പുള്ളി തിരിഞ്ഞു നടന്നു. എലീശ പറയുക, യജമാനനെ ഒന്ന് നിൽക്കണേ, ഞാനും കൂടെ വരുന്നു.
എനിക്കറിയത്തില്ല, നല്ല ദൈവസാന്നിധ്യമുണ്ട് ഇതിനകത്ത്. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന് ചിലരെ പരിശുദ്ധാത്മാവോടും യജമാനെ ഒന്ന് നിൽക്കാവോ, ഞാനും കൂടെ വരുന്നു. അവൻ ഏലിയാവ് പറയുക, ഒന്ന് ശ്രദ്ധിക്ക, അവൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം. ഹല്ലേലൂയ. അപ്പനെ അമ്മയും നിപ്പുണ്ട്, വീട്ടുകാർ നിപ്പുണ്ട്. ഞാനൊന്ന് ചെന്ന് പറഞ്ഞേച്ച് വരാമെന്ന് പറഞ്ഞപ്പോ ഏലിയാവ് പറയുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നൊന്ന് പറഞ്ഞൊന്ന് നീ ഓർക്കണം. ഒന്ന് ഈ പുതപ്പിടുമ്പോ പുത്രത്വത്തിലേക്കുള്ള ഒരു ക്ഷണമാണേ. ഹല്ലേലൂയ. അതതിന്റെ ആത്മീക അർത്ഥമാണ്, പുത്രത്വത്തിലുള്ള ക്ഷണമാണ്. ഹല്ലേലൂയ. അവൻ ഏലിയാവ് പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം. എന്താ കാര്യം? തിരിച്ച് അപ്പനെ അന്വേഷിച്ച് വീട്ടിൽ പോകുമ്പോ, വീട്ടുകാരോട് ചോദിക്കാൻ പോകുമ്പോ അവര് പറയും, നാളെ നീ എങ്ങനെ ജീവിക്കും? നിനക്ക് ആര് കഴിക്കാൻ തരും? നിന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? നിന്റെ പിള്ളേരുടെ കാര്യം ആര് നോക്കും? അവരെ നീ എങ്ങനെ കെട്ടിച്ചു വിടും? ഹല്ലേലൂയ. നിനക്കൊരു നല്ല വീടുണ്ടോ? ഒരു നല്ല ഒരു നല്ല നിലവാരം വരുവോ? ഇങ്ങനെ കുറെ ചോദ്യം ആര് ചോദിക്കും? വീട്ടുകാർ ചോദിക്കും. ആമേൻ. ഏലിയാവ് പറയുക, ഈ ചോദ്യം മേളി വരുമ്പോ മറ്റേ കാര്യം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ ചോദ്യം മേളി വരുമ്പോ പുതപ്പിന്റെ കാര്യം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറന്നു പോകാൻ തുടങ്ങുമ്പോൾ നീ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഓർക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന്. ആമേൻ, ആമേൻ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒന്ന് ഓർക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന്. ഹല്ലേലൂയ. എലീശ പറയുക, എൻ്റെ കാലിടറത്തില്ല. ഞാൻ ചിന്തിക്കുക, വീട്ടിനകത്തോട്ട് ചെന്ന് അപ്പനോടും അമ്മയോടും വീട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ പറയുക, ഞാനേ ഏലിയ പ്രവാചകന്റെ പിന്നാലെ പോകാൻ പോവുക. ഇവർ തടസ്സം പറഞ്ഞു കാണും, പക്ഷെ അപ്പോഴും പുതപ്പ് തൻ്റെ മേൽ വീണ ആ അനുഭവത്തിൽ നിന്ന് ഏലീശ പുറത്തു കിടന്നില്ല. വചനം പറയുന്നു, അവൻ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങളെ പുറകിലേക്ക് മാടി വിളിക്കുമ്പോഴും അവിടെ തിരിഞ്ഞു നോക്കാതെ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ചെറുതല്ല, അവൻ ഏറ്റവും മേത്തരമായതൊന്ന് സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. എലീശ പറയുക, കുടുംബമൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതൊന്ന് ഞാൻ കണ്ടു. അതിലും വലുതൊന്ന് എൻ്റെ മേൽ വീണു. എൻ്റെ ആഗ്രഹത്തെ ആമേ പുതപ്പ് മാറ്റി. എൻ്റെ ലക്ഷ്യസ്ഥാനത്തെ ആ പുതപ്പ് മാറ്റി. ഇവിടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നല്ല, ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്ന് പറയുവാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ മാറ്റിയെടുക്കുവാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ പുതപ്പിന് കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പുതപ്പിന്റെ പിന്നാലെ പോവുക. എന്റെ നാളെ കർത്താവിന്റെ കയ്യിൽ, എന്റെ തലമുറയുടെ ഭാവി കർത്താവിന്റെ കയ്യിൽ, എന്റെ കുടുംബത്തിന്റെ നാളെ കർത്താവിന്റെ കയ്യിൽ, എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞാൻ പ്രവാചകന്റെ പിന്നാലെ പോകുക. ഇങ്ങനെ ഇറങ്ങി തിരിച്ചവരില്ലേ? ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്കും ചോദ്യം വന്നതാ. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. എൻ്റെ അച്ഛനെ അമ്മയൊക്കെ നോക്കിയിട്ട് എൻ്റെ അങ്കിളുമാരൊക്കെ ചോദിക്കുമായിരുന്നു, ഇവരെ എങ്ങനെ കെട്ടിച്ചു വിടും? എല്ലാവരെയും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ദൈവം കെട്ടിച്ചു. ഹല്ലേലൂയ. എനിക്ക് 2 സഹോദരന്മാർ, ഞങ്ങൾ 3 പേര്. 3 പേരുടെയും വിവാഹം ഒത്തിരി പ്രായം ചെന്നിട്ടൊന്നുമല്ല നടന്നത്. ഹല്ലേലൂയ. എൻ്റെത് 19, മറ്റവർ 2 25 25 27. ഹല്ലേലൂയ. അതിനപ്പുറം പോയില്ല, എല്ലാം നടന്നു. ജോലി ആര് തരുമെന്ന് ചോദിച്ചു. കേരള സർക്കാർ ജോലി കൊടുത്തില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലി തരും. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യം, ഇറങ്ങി മുമ്പോട്ട് വെച്ച കാലിനെ പുറകിലേക്ക് വെക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി നടക്കുന്നേ. ദൈവമുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചവരുടെ മുൻപിൽ അവരുടെ കണ്ണിന് ആശ്ചര്യമായി നിങ്ങളെ നിർത്തുവാൻ, നിങ്ങളുടെ തലമുറയെ നിർത്തുവാൻ നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവത്തിന്, നിങ്ങളുടെ മേൽ അഭിഷേകത്തെ പകർന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ഭാവിയും നാളെയും ഇന്നും തീരുമാനിക്കുന്ന ദൈവമല്ല, മനുഷ്യനല്ല, സാഹചര്യങ്ങളല്ല, ചുറ്റുപാടുകളല്ല, അത് സ്വർഗമാ.
സഹോദരൻ്റെ ഭാര്യ പറഞ്ഞ അവനൊരു സാക്ഷ്യം ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ, തടസ്സമില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, ഇളയ അനുജൻ്റെ വൈഫ് അവൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആമേൻ, റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് ആ രീതിയിൽ മൂവ് ചെയ്തതാ. പക്ഷേ ഹല്ലേലൂയ, പ്രതീക്ഷിച്ച ലിസ്റ്റിനകത്ത് ജോലി കിട്ടിയില്ല. പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു, അതല്ല നിന്റെ വഴി, നിന്റെ വഴി വേറെയാ. ചെന്നെഴുതി കൊടുത്തു, ആ റിസർവേഷൻ വേണ്ട, ദൈവം തരുന്നത് മതിയെന്ന്. ഹല്ലേലൂയ, ആമേൻ. അടുത്ത ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് അവളുടെ കയ്യിലേക്ക് ഗവൺമെന്റ് സാലറി വാങ്ങത്തൊക്കെ വേണം ഒരു ജോലി ദൈവം വെച്ചു കൊടുത്തെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിന്റെ പുതപ്പിന്റെ നിന്റെ മേൽ വീണിട്ടുണ്ടോ? ആ പുതപ്പിന്റെ പുറകെ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ഞാൻ ഉറപ്പോടൊരു കാര്യം പറയാം, വിളിച്ച ദൈവം വിശ്വസ്തനാ. ആരുടെയും മുൻപിൽ നീ തോറ്റു പോകാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തളർന്നു പോകത്തില്ല, നിന്റെ കുടുംബം നശിക്കത്തില്ല, നീ ഒരു പരാജയമാകത്തില്ല. പക്ഷേ ഒരു കാര്യം, അങ്ങ് വിളിച്ചവനെ വിശ്വസ്തന നെണ്ണി ആ ദൈവ സാന്നിധ്യത്തിന് പിന്നാലെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം നടത്തുന്നത് ഒന്നിനും കുറവില്ലാതെ അനുഗ്രഹമായി. എലീശയ്ക്ക് പറയാനൊന്നുണ്ട്, പുറകിൽ നിന്ന് വിളിക്കാൻ സാഹചര്യങ്ങളുണ്ടായിരുന്നു. നാളെ എന്ത്, ഭാവി എന്ത്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എങ്ങനെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ ചോദിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഒന്നേ നോക്കിയുള്ളൂ, കർത്താവിന്റെ മുഖത്തേക്ക്, അല്ലെങ്കിൽ പ്രവാചകനിലൂടെ വീണ പുതപ്പിലേക്ക് മാത്രം നോക്കിയിട്ട് പുറകിലുള്ളതിനെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി എന്താന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് പ്രതികരിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ചിലരെ കുറിച്ച് ദുഃഖമുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ ചിന്താഗതികൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധമെന്ന് പറയുക, വിട്ടേക്ക്. ലോകത്തെ കുറിച്ചുള്ള ആകുല ചിന്തകൾ വിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സംശയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയാൽ വലയ്ക്കാൻ ഒരുവൻ റെഡിയായി അടുത്ത് നിൽപ്പുണ്ട്. നാളെ എന്ത്, ഭാവി എന്ത് എന്ന് നിങ്ങൾ തന്നെ ആകുലപ്പെടാൻ തുടങ്ങിയാൽ ബാക്കി ആകുലത കൂട്ടിത്തരാൻ ഒരുവൻ അടുത്ത് നിൽപ്പുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് സംശയിക്കാതെ ദൈവ സാന്നിധ്യത്തോട് പറ്റിച്ചേരുക. എലീശ പറയുക, ആമേൻ, കാള വേണ്ട, കലപ്പ വേണ്ട, തൊഴിൽ വേണ്ട, എല്ലാം വിട്ടേച്ച് കിട്ടിയ ആ പുതപ്പിന്റെ ശക്തിയുടെ പിന്നാലെ ഓടിപ്പോവുക, ഓടിയെടുക്കുക. ആമേൻ, എലീശ. ഹല്ലേലൂയ, ആമേൻ. നാളുകളായി എലീശ പ്രവാചകന്റെ ശിഷ്യനായിട്ട് കൂടെ കൂടിയിട്ട്, ഹല്ലേലൂയ, എത്ര നാളായി ആരാധനയ്ക്ക് വന്ന് തുടങ്ങിയിട്ട്? നാളുകളായി പ്രവാചകന്റെ ശിഷ്യനായിട്ട് കൂടെ കൂടിയിട്ട്, ഹല്ലേലൂയ, ആമേൻ. ഒത്തിരി ശുശ്രൂഷകൾക്ക് അസിസ്റ്റ് ചെയ്തു, അസോസിയേറ്റ് ചെയ്തു, ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങളെ അവൻ കണ്ടു, നടത്തി ദൈവം അതുവരെ. ഹല്ലേലൂയ. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു വെളിപ്പാട് കിട്ടി. വെളിപ്പാട് ഇങ്ങനെ ആയിരുന്നു, ഏലിയ പ്രവാചകനെ സ്വർഗം എടുത്തുകൊള്ളാൻ പോവുക. ഹല്ലേലൂയ. ഏലിയ പ്രവാചകനെ സ്വർഗം എടുത്തുകൊള്ളാൻ പോവുക. വീണ്ടും എലീശയുടെ ജീവിതം ചോദ്യചിഹ്നവാ. പ്രവാചകനില്ലേ, എങ്ങനെ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ പാസ്റ്റർ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ ഞങ്ങളുടെ കാര്യം എന്താവുമെന്ന്? ഇല്ലല്ലോ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇട്ടേച്ച് പോകത്തില്ല, വരും. ആമേൻ. അടുത്ത ആഴ്ച ഉണ്ടാവും. ഹല്ലേലൂയ, ആമേൻ. പ്രവാചകനെ നോക്കിയിട്ട്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എലീശയെ നോക്കിയിട്ട് ബാക്കിയുള്ളവർ ചോദിക്കുക, നോക്ക്, പ്രവാചകൻ എടുക്കപ്പെടാൻ പോവുക, നിന്റെ കാര്യം എന്താവും? ഹല്ലേലൂയ. ആര് നടത്തും? എങ്ങനെ നടക്കും? തോറ്റു പോകത്തില്ലേ? ഹല്ലേലൂയ. ചോദ്യം പലതും വന്നേ. നാളുകൾ പ്രവാചകനോട് കൂടെ നടന്നതാ. എങ്ങനെ നടന്നെന്നറിയാമോ? വിശ്വസ്തയോടെ നടന്നു. എന്ത് പ്രവാചകൻ പറഞ്ഞാലും മറുകൃതി പറയാതെ, മറുത്ത് പറയാതെ, എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് പ്രവാചകന്റെ അഭിഷേകത്തിന് കീഴടങ്ങി നിൽക്കുക. എനിക്കറിയാം ഇതിനകത്ത് അസാധാരണമായ പ്രവാചക അഭിഷേകം കൈകാര്യം ചെയ്യേണ്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ തൊടും.
എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് പറയുക, അടുത്തൊരു ജനറേഷനെ അങ്ങനെ സ്വർഗം എഴുന്നേൽപ്പിക്കും ഇതിനകത്തുനിന്ന്. ആമേൻ. ആമേൻ. നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ കുടുംബങ്ങൾ ഇളകും, അവൻ വ്യക്തികൾ ഇളകും, പൈശാചികന്റെ അടിത്തറകൾ ഇളകും. നിങ്ങളോട് കൂടെ ചിലത് ദൈവാലയത്തിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്ത് കയറും. അതെനിക്ക് അറിയാമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് പറയുക, ഈ ദിവസങ്ങൾ ദൈവ സാന്നിധ്യത്തോട്, ദൈവ അഭിഷിക്തനോട് ചേർന്ന് നിൽക്കുന്നവർക്കായി അവൻ ദൈവം ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ചോദ്യമാ, പ്രവാചകൻ എടുക്കപ്പെടാൻ പോവുക. നിന്റെ ഭാവി എന്ത്? നിന്റെ നാളെ എന്ത്? ഹല്ലേലൂയ. ചോദ്യം ഒന്ന്, വെളിപ്പാട് എലീശയ്ക്ക് കിട്ടി. പ്രവാചക ശിഷ്യന്മാർക്ക് മുഴുവനും എന്ത് കിട്ടി? ഈ വെളിപ്പാട് കിട്ടി. പ്രവാചകൻ എന്ത് ചെയ്യാൻ പോവുക? പ്രവാചകൻ എടുക്കപ്പെടാൻ പോവുക. നാളെ എന്താകും? എല്ലാവർക്കും ചോദ്യചിഹ്നമാ, നാളെ എന്താകും? ഹല്ലേലൂയ. എലീശയ്ക്ക് മനസ്സിലായി, അവൻ ഇങ്ങനെ പോയ പറ്റത്തില്ല, എനിക്കും നിൽക്കണമെങ്കിൽ അടുത്തൊന്നുകൂടെ ആ പുതപ്പ് വേണം. ഞാനിങ്ങനെ പറയും, നമുക്ക് നമ്മളൊരു ഒരു ജോലിയിൽ നിൽക്കുന്നു വിചാരിക്കുക. നിങ്ങൾ നോർമലി ചിന്തിക്കുക, അവൻ ഒരു ജോലിയിൽ നിൽക്കുക, ഒരു കമ്പനിക്കകത്ത് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൻ ഒരു അനൗൺസ്മെന്റ് വന്നു, ഈ കമ്പനി പൂട്ടാൻ പോവുക. കേൾക്കുന്നു എന്നെ? എന്ത് വരിക? കമ്പനി പൂട്ടാൻ പോവുകയെന്ന് ഒരു അനൗൺസ്മെന്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞുതരാം. അടുത്തേത് നല്ല കമ്പനി ഉണ്ടെന്ന് നോക്കും. എന്തിനാ? ഒരു ആപ്ലിക്കേഷൻ അയച്ചിടണം. ഇവിടെ പൊളിഞ്ഞാലും ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ട് വെക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൊളിഞ്ഞാലും അവിടെ നിൽക്കണം. ആമേൻ. ആപ്ലിക്കേഷൻ ഇടും. പിന്നെ എന്തേലുമൊക്കെ ഈ കമ്പനിയിൽ നിന്ന് വല്ല നന്മ വല്ലതും കിട്ടുമെങ്കിൽ, സാമ്പത്തിക സെക്യൂരിറ്റിയിലൂടെ വരാൻ അതൊക്കെ ഒന്ന് കിട്ടുമോന്ന് അന്വേഷിച്ചു നോക്കും. കമ്പനി പൊളിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യാൻ പോവാന്ന് അന്വേഷിക്കത്തില്ലേ? കൂടെയുള്ള എല്ലാ പ്രവാചക ശിഷ്യന്മാരും ഇങ്ങനെ പ്രവാചകന് ലഭിക്കാവുന്ന ഓരോന്നിലോട്ട് നോട്ടം വെക്കുമ്പോ എലീശ പറയും, എൻ്റെ നോട്ടം അതിലെങ്ങും അല്ല. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. എല്ലാവരും നോക്കുന്നതാ. പ്രവാചകൻ ശുശ്രൂഷ ചെയ്തിരുന്ന പല സ്ഥലങ്ങളാ. ഗിൽഗാൽ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എരിഹോ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. ആമേൻ. ബേഥേൽ എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവിടുത്തെ കുട്ടി പാസ്സാട്ടങ്ങ് ഇരുന്നോളാം എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോന്നിൽ ദൃഷ്ടി വെക്കുമ്പോ എലീശ പറയുക, എൻ്റെ നോട്ടം അവിടങ്ങുമല്ല. എൻ്റെ നോട്ടം പ്രവാചകന്റെ തോളത്ത് കിടക്കുന്ന ഒരു പുതപ്പുണ്ട്. ആമേൻ. എൻ്റെ നോട്ടം അവിടെങ്ങുമല്ല. എൻ്റെ നോട്ടം പ്രവാചകന്റെ തോളത്ത് കിടക്കുന്ന പുതപ്പില്ല. അതുകൊണ്ട് ഇതിനിടയ്ക്ക് എന്തോ ഓഫർ വന്നാലും ആ ദൈവ സാന്നിധ്യത്തെ വിട്ട്, ആ പുതപ്പിനുള്ള ലക്ഷ്യത്തെ വിട്ട് ഞാൻ മാറിപ്പോകത്തില്ല. എലീശയ്ക്കറിയാം തന്റെ വിളി എന്താന്ന്. എലീശയ്ക്കറിയാം താൻ എന്തിനാ വിളിക്കപ്പെട്ടത്. ഒരു ഗിൽഗാലിൽ ഇരിക്കാനല്ല, ബേഥേലിൽ ഇരിക്കാനല്ല, യെരിഹോവിൽ ഇരിക്കാനല്ല. പ്രവാചകന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ. അങ്ങനെയുള്ള എലീശ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ അവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓഫർ ഒത്തിരി വരുമെന്നേ, സാഹചര്യങ്ങൾ മാറി മറിയുമെന്നേ, പലതും പ്രലോഭനങ്ങളുമായി വരുമെന്നേ. പക്ഷെ വിളിച്ചിറക്കിയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ തിരിയത്തില്ല, ഞങ്ങൾ ലോകത്തിലോട്ട് നോക്കത്തില്ല. ഒറ്റ നോട്ട അവൻ ഒന്ന് എന്റെ മേൽ വീണപ്പോ എന്റെ ജീവിതത്തെ മുഴുവനും വഴിതിരിച്ചു വിട്ട് ഒരു പുതപ്പ് അവൻ എന്റെ പ്രവാചകന്റെ മേൽ കിടപ്പുണ്ട്, എന്റെ യജമാനന്റെ മേൽ കിടപ്പുണ്ട്. അതൊന്ന് കിട്ടിയ എന്റെ ജീവിതം ഒന്ന് ചിന്തിക്കുക, തിരിച്ചറിയുക. എന്റെ ജീവിതത്തെ മുഴുവനും വഴി തിരിച്ചു വിട്ടു. നേരത്തെ പൊക്കോണ്ടിരുന്ന പാതയിലാണോ ഇപ്പൊ എലീശ പോകുന്നേ? അല്ലെന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മാനസാന്തരപ്പെട്ട് ഇതിനകത്തോട്ട് കയറുന്നതിന് മുമ്പേ പോയ പാതയിലാണോ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോ? അല്ലല്ലോ, അല്ലല്ലോ. ഡയറക്റ്റ് ചെയ്ത് വിട്ട പാതയിലോട്ടൊന്ന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് നടക്കാൻ തുടങ്ങുക. ചിലത് വരാൻ പോവുക, പിന്നാലെ ചിലത് വരാൻ പോവുക, ചിലത് സംഭവിക്കാൻ പോവുക, ചിലത് സ്വന്തം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. പിന്നാലെ നടക്കുക.
അനുഗ്രഹം, ആ പുതപ്പൊന്ന് വേണം. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന് മനസ്സിലായി എടുക്കപ്പെടാൻ സമയമായി. ഏലിയാവിന് മനസ്സിലായി എടുക്കപ്പെടാൻ സമയമായി. ഏലിയാവ് ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെടുക. അവിടെ ഒരു തുടക്കമാണ്. ഗിൽഗാൽ എന്താണ്? ഒരു തുടക്കമാണ്. നമ്മൾ തുടങ്ങിയത് എവിടെ? ഗിൽഗാലിൽ യേശുവിനെ കണ്ടുമുട്ടിയ സ്ഥലത്ത്. എൻ്റെ കൂടെ ഉണ്ടോ? ഉറങ്ങിയില്ല, കർത്താവിനോട് സംസാരിക്കുന്നു എന്നുള്ള കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എവിടെ ഇറങ്ങി തിരിച്ചേ? യേശുവിനെ കണ്ടുമുട്ടി. അത് ഗിൽഗാലാ. ആമേൻ. സാഹചര്യങ്ങൾ നമ്മോട് പറയും ഗിൽഗാലിൽ നിന്നാ മതി. ആമേൻ. എവിടാണോ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത്, ഏതോ ഒരു സാഹചര്യത്തിനകത്ത് കർത്താവിനെ കണ്ടു, അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ മകനായി, കർത്താവിൻ്റെ മകളായി, ഇങ്ങനെ അങ്ങ് പോകാം. ഇതാണ് സേഫ്. ഇത് നമ്മളെ സംബന്ധിച്ചുള്ള സേഫ് സോണാണ്. എന്താണ്? അങ്ങോട്ടും അടുക്കണ്ട, ഇങ്ങോട്ടും അടുക്കണ്ട. ഞായറാഴ്ച രാവിലെ ആരാധന 10 മണിക്ക് തുടങ്ങും. 11 മണിക്ക് ആരാധനയ്ക്ക് പോകുക, ആരാധിക്കുക, പാസ്റ്റർ ആശീർവാദം പറയുമ്പോൾ തലവണങ്ങി ആശീർവാദം വാങ്ങുക, തിരിച്ച് വീട്ടിൽ പോവുക. ഹല്ലേലൂയ. എന്ത് സന്തോഷം, ഒന്നും അറിയണ്ട. ഇതൊരു കംഫർട്ട് സോണാ. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആരും വരത്തില്ല. അതാ സുഖം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആരും വരത്തില്ല. കാരണം നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഒരു ദോഷവും ഇല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഒരു ദോഷവും ഇല്ല. അങ്ങനെ അങ്ങ് ഒരു പോക്ക. ഹല്ലേലൂയ. ഇത് നമ്മുടെ കംഫർട്ട് സോണാ. പക്ഷെ നമ്മൾ തുടക്കത്തിലേ ആയുള്ളൂ. നമ്മൾ എവിടെ നിൽക്കുക? കംഫർട്ട് സോണിൽ നിൽക്കുന്നവരെ തിരിച്ചറിയണം. അടുത്ത ലെവലിലോട്ട് കയറാൻ താല്പര്യമാണെങ്കിൽ അവൻ ചിലതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ചിലതിനെ തരണം ചെയ്യണം. കർത്താവിൻ്റെ അടുക്കലേക്ക്, ദൈവിക നിയോഗങ്ങളിലേക്ക് കയറിയവരുണ്ടോ? ഇന്നും കുറച്ചു പേരുണ്ട്. ഒന്നുകൂടെ ചാടി മുമ്പിലോട്ട് വരും, എന്നിട്ട് മുമ്പോട്ട് പോകാനും വയ്യ, പുറകോട്ട് പോകാനൊരു താല്പര്യമുണ്ട്. ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ടും പോകത്തില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയതാ പ്രശ്നം. ഇവിടെ നിൽക്കല്ലേ. ഹല്ലേലൂയ. ഗിൽഗാലിൽ നിന്നേ മതിയായിരുന്നു. മര്യാദയ്ക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി, ആരാധന കഴിയുമ്പോൾ വേണം ഒന്ന് പാസ്റ്റർ കൊണ്ട് തലയിലും കൈവപ്പിച്ചിട്ട് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് എല്ലാം കാണിക്ക കൊടുക്കാനുണ്ടെങ്കിൽ പള്ളിയിൽ കാണിക്ക ഇട്ടിട്ട് ഓടി വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഒന്നും അറിയണ്ട. ആരെന്തും പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകൻ ആമേൻ ഗിൽഗാലിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ആമേൻ അവിടെ യാത്രയുടെ തുടക്കമാണ്. ഹല്ലേലൂയ. അവിടെ നിന്നപ്പോൾ ഒരു കൂട്ടം ശിഷ്യന്മാർ വന്ന് പതിയെ എലീശയോട് പറയുക, എലീശയെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കേൾക്കുക. ഇന്ന് പ്രവാചകനെ നിന്റെ തലക്കൽ നിന്ന്, ഇന്നല്ല, നിന്റെ പ്രവാചകനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടാൻ പോവുക. എലീശ പറയുക, നിങ്ങൾക്ക് കിട്ടിയ പോലെ വെളിപ്പാട് എനിക്കും കിട്ടി. ആമേൻ. മിണ്ടണ്ട കേട്ടോ. ഞാൻ അറിഞ്ഞെന്ന് പ്രവാചകൻ അറിയണ്ട. ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞെന്ന് മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ പോലെ വെളിപ്പാട് എനിക്കും കിട്ടിയെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. ഓ, പ്രവാചകൻ അങ്ങനെ സോറി ആമേൻ. അവരങ്ങ് വായടച്ചുമുണ്ട്. ഞാൻ പറയാം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചിലർ പറയും, നീ ഇവിടെ നിന്നാൽ നിനക്ക് നല്ലതാ. കാരണം പ്രവാചകൻ എടുക്കപ്പെടാൻ പോവുക. ഇനി നീ പ്രവാചകന്റെ കൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇവര് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? പ്രവാചകൻ തലമേന്ന് എടുക്കപ്പെടും. ഇനി നീ പ്രവാചകൻ അനുഗമിക്കേണ്ട. പാസ്റ്റർ അടുത്ത ശുശ്രൂഷയ്ക്ക് പോകും. ഇനി വീണ്ടും പാസ്റ്റർ പറയാൻ നിൽക്കാൻ നിങ്ങൾക്ക് വേറെ പണിയുണ്ടോ നോക്കെന്ന് പറയും. അപ്പം ഞാൻ പറയും, പാസ്റ്റർ മാറുന്നിടത്ത് ഇവിടെ നിൽക്കാൻ വേറെ കുറച്ച് പേരെ വേണം ഇതിനകത്ത്. അതിന് പാസ്റ്റർ കൂടെ ഒട്ടി നിന്നോണം. കർത്താവ് നിങ്ങളെ ഒരുക്കുന്നത് പോലെ. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർ കൂടെ ചേർന്ന് നിന്നോണം. ഹല്ലേലൂയ. ആമേൻ. ഇത് നമ്മുടെ ചർച്ച ഒരു അപ്പോസ്തലിക് ചർച്ച. ഇത് വാഗ്ദത്തവാ. വിടത്തില്ലെന്ന് ആമേൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന കുറേ ഉണ്ട്. നമ്മളതിനെ തകർക്കുമെന്നേ. നമ്മൾ പുറത്തു വരും സഭയായി. ആമേൻ. ഒറ്റയ്ക്കെന്നല്ല, സഭയായി പുറത്തു വരും. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ കയറും. ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മൾ പിടിച്ചെടുക്കാം. ഹല്ലേലൂയ. ആമേൻ.
എലീശ പറയാ ഞാൻ എങ്ങോട്ടും തിരിയത്തില്ല. ഗിൽഗാൽ പറയാ ഇതെന്റെ സേഫ് സോണാ, ഇവിടെ നിന്ന ഒന്നും അറിയണ്ട, ഭക്ഷണകാര്യം ആരോഗ്യകാര്യം എല്ലാം ഓക്കെ, ഇവിടെ നിന്നോളാം പറയാം. പക്ഷെ നിൽക്കത്തില്ല, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. ഐ ഷുഡ് ഞാൻ മുമ്പോട്ട് പോയേ മതിയാകത്തുള്ളൂ, ഞാൻ ഇവിടെ നിന്ന പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഗിൽഗാലിൽ നിൽക്കുന്നവരുണ്ടേ. എലീശ പറയുക ഞാൻ പോകുന്നതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം എന്നറിയാമോ? ലക്ഷ്യം ഇതാ, ഏലിയാവിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കിൻ്റെ മേൽ വേണം. ഹല്ലേലൂയ. ഞാൻ ഗിൽഗാലിൽ നിന്നാൽ അതെനിക്ക് കിട്ടത്തില്ല. ആമേൻ. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്നാൽ, നിങ്ങൾ നിൽക്കുന്ന ആ രക്ഷിക്കപ്പെട്ട് യേശുവിനെ അറിഞ്ഞ ആ സമയത്ത് നിന്ന അതേ ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്തൊരു ഷിഫ്റ്റിംഗ് വരത്തില്ല. ആമേൻ. അത് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുമായിരിക്കും. ആമേൻ. പക്ഷെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തത്തില്ല. ഹല്ലേലൂയ. അതിന് ഞാനും നിങ്ങൾ എന്ത് വേണം? ഗിൽഗാലിൽ നിന്ന് കാല് പുറത്തോട്ടെടുത്ത് വെക്കണം. അതിച്ചിരി ബുദ്ധിമുട്ടാ, കാരണം പുറകിൽ നിന്ന് വലിക്കാൻ ആളുണ്ട്. ഹല്ലേലൂയ. എലീശ പറയുക അമ്മ ഞാൻ നിൽക്കത്തില്ല. ഏലിയാവ് എലീശയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ദൈവം എന്നെ ആമേൻ ബഥേലിലേക്ക് അയച്ചേക്കുകയാണ്. ഞാൻ ബഥേലിലേക്ക് പോവുക. നീ ഇവിടെ നിന്നോ, നീ ഇവിടെ നിന്നോ, നിനക്ക് സേഫാ ഇവിടെ. നീ അടുത്ത തലത്തിലോട്ട് വരണ്ട, നീ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയേച്ചും വരാം. ഹല്ലേലൂയ. നീ ഇവിടെ നിന്നോ. എലീശ പറയും എനിക്കറിയാം. ഹല്ലേലൂയ. അദ്ദേഹം പറയുക യഹോവയാണ് എൻ്റെ ജീവൻ, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. നീ എങ്ങോട്ട് പോകുന്ന ഞാനും കൂടെയുണ്ട്. പ്രവാചകനെ വിട്ടുമാറാതെ. നമ്മളാണെങ്കിലോ അങ്ങേർക്ക് തന്നെ വേണ്ട, പിന്നെയാണ് എനിക്ക് അങ്ങേരെ അല്ലേ. ഒരു ദിവസം ഇന്നത്തെ ആരാധനയ്ക്ക് വരണ്ട ബ്രദറെ എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ ഭയങ്കര സന്തോഷം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ എലീശ പറയാം ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെ. ചാടി ഇറങ്ങി ഗിൽഗാലിൽ നിന്ന് കംഫർട്ട് സോണം വിട്ട് പുറത്തിറങ്ങി, അല്ലെങ്കിൽ താൻ സേഫായിരുന്ന സ്ഥലം വിട്ട് ഏലിയാവിനോടൊപ്പം പുറത്തിറങ്ങി. എവിടെ പോയെന്നറിയാമോ? ബഥേലിൽ പോയി. ഞാൻ പറഞ്ഞു ഗിൽഗാൽ എന്ന് പറയും നമ്മുടെ തുടക്കമാണ്. അടുത്ത് ചെന്ന് കയറുന്നത് ബഥേല. അവിടെ എന്തുണ്ട്? അവിടെ ആരാധനയുണ്ട്, അവിടെ ദർശനമുണ്ട്, ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. കൊള്ളാം, തീരെ മോശമല്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ സോൺ വിട്ട് പുറത്തിറങ്ങി. നിങ്ങൾക്ക് അറിയത്തില്ലേ ബഥേൽ എന്തുവാ? യാക്കോബ് ദർശനങ്ങളുടെ സ്ഥലമാ ബഥേല്. ഹല്ലേലൂയ. യാക്കോബ് എന്ത് കണ്ടു? ദർശനം കണ്ടു. എന്ത് ദർശനം കണ്ടേ? സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു കോവേണി ഭൂമിയോളം എത്തുന്നു, അതിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദർശനം. ചിലർ വന്ന് അങ്ങ് ബഥേലിൽ നിൽക്കുക. അവിടെ ആരാധിക്കാൻ സൗകര്യമുണ്ട്. ഹല്ലേലൂയ. അത്യാവശ്യം ദർശനമൊക്കെ കിട്ടും. എന്താ കിട്ടും? അത്യാവശ്യം ദർശനമൊക്കെ കിട്ടും. നാളെ എന്ത് വരും എന്നറിയാം, എങ്ങനെ പ്രശ്നങ്ങൾ പിടിച്ചിരിക്കണമെന്നറിയാം. ഒരുവിധം കുഴപ്പമില്ല, അതൊക്കെ പോവും. ദർശനം ഉണ്ടെന്ന് ബഥേലില്. ഹല്ലേലൂയ. ബഥേലിൽ ദർശനമുണ്ട്, ബഥേലിൽ ആരാധനയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലര് പറയാ പ്രാർത്ഥനയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ദർശനത്തോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ബഥേലിൽ വന്നപ്പോഴും പ്രവാചക ശിഷ്യന്മാർ പറയാ എലീശായെ നിനക്കറിയാമോ ഇന്ന് ഏലിയാവ് നിന്റെ തലയ്ക്കൽ നിന്ന് എടുക്കപ്പെടും. ഏലിയ പറഞ്ഞ അറിയാം, നിങ്ങൾ മിണ്ടാതിരിക്കുക. ആമേൻ. ഒരല്പസമയം കഴിഞ്ഞില്ല, അവിടുത്തെ കാര്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഏലിയാവ് എലീശയെ വിളിക്കുക. വാ. എലീശ അടുക്ക വന്നു, പറയുക നീ ഇവിടെ നിന്നോ, എന്നെ ദൈവം ആമേൻ യെരിഹോവിലേക്ക് അയച്ചേക്കുക. ഹല്ലേലൂയ. 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 എന്നെ ദൈവം എവിടെ തയക്കുക? യെരിഹോവിലേക്ക്. എന്നെ ഇവിടെ നിർത്തുന്നില്ല, എന്നെ ദൈവം യെരിഹോവിലേക്ക് അയച്ചേക്കുക. എലീശ പറഞ്ഞു നിന്നാണ്, നിന്റെ ജീവൻ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ പറയും ഗിൽഗാല് കാണിക്കും, നിങ്ങൾ അവിടെ നിൽക്കരുത്. എങ്ങോട്ട് പോകണം? പ്രവാചകനോടൊപ്പം നടക്കണം. അടുത്തൊരു ബഥേല് കാണിക്കും, അവിടെ പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, നിന്റെ കാര്യം സേഫാ. ഈ പ്രവാചകന്മാർക്കൊക്കെ തലവനായിട്ട് അവൻ ഒന്ന് നന്നായിട്ട് അവൻ ഇവിടെ അങ്ങ് നിന്നോ. പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു നീ നിന്നോ എലീശായേ. താല്പര്യം നോക്കുക. ഞാൻ പറയും പല സാഹചര്യങ്ങൾ, പല കടമ്പകൾക്കകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ
പല പ്രതിസന്ധികളെ കൊണ്ടിട്ട് നമ്മുടെ താല്പര്യം ദൈവം അന്വേഷിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയാ ഗിൽഗാലിൽ നിന്നോളാം കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നിന്നോ. അവൻ ബേഥേലിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ വന്നോ. ഹല്ലേലൂയ. ചോയ്സ് നിങ്ങളുടേതാ. എന്നെ കേൾക്കുന്നുണ്ടോ? ഉറങ്ങിയോ നിങ്ങളെ? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ചോയ്സ് നമ്മുടേതാ. ബേഥേലിൽ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാം. സോറി ഗിൽഗാലിൽ നിൽക്കണമെങ്കിൽ അവിടെ നിറങ്ങി ബേഥേലിലോട്ട് വരാൻ താല്പര്യമാണോ? കർത്താവ് പറയും വാ, ഞാൻ കൈതരാം, വാ. ഹല്ലേലൂയ. ബേഥേലിൽ വന്നു. ബേഥേലിൽ വന്നു. ആരാധനയുണ്ട്, ദർശനമുണ്ട്. എലിയാവ് പറയാം നീ ഇവിടെ നിന്നോ എലീശായി. എലീശ പറയും ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് അങ്ങയോടൊപ്പം വരണം. ഹല്ലേലൂയ. ബേഥേലും കടന്നു. ഒന്നാമത്തെ ഘട്ടം രക്ഷിക്കപ്പെട്ട കർത്താവിനെ കണ്ട സമയം. രണ്ടാമത്തെ ഘട്ടം പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എന്ന് വെച്ചാൽ 10 മണിക്ക് ആരാധനയ്ക്ക് വരും. എത്ര മണിക്ക് ആരാധനയ്ക്ക് വരും? ആരാധന എത്ര മണിക്ക് തുടങ്ങുന്നത്? 10 മണിക്ക്. ആദ്യത്തെ സമയം വർഷിപ്പ. ആരാധനയ്ക്ക് വരും, ആരാധന തീരുന്നേരെ ഇരിക്കും, ആശീർവാദം വാങ്ങും, സന്തോഷത്തോടെ എല്ലാവരോടും ചിരിക്കും, എന്നിട്ട് അടുത്തോട്ട് പോകും. ഹല്ലേലൂയ. എന്നിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അത് ബേഥേല. ദർശനമൊക്കെ ഉണ്ട്, അത്യാവശ്യം ദൈവം നടത്തുന്നുണ്ട്. അടുത്തൊരു സ്ഥലമുണ്ട്, യെരിഹോവ. ഹല്ലേലൂയ. 1 ഗിൽഗാൽ കഴിഞ്ഞു, 2 ബേഥേൽ കഴിഞ്ഞു, ഇനി എന്താണ്? എരിഹോവാണ്. ഈ എരിഹോ എന്ന് പറയുന്നത് ജയത്തിൻ്റെ സ്ഥലമാണ്. മിക്ക പേരും മുട്ടിടിച്ച് വീഴുന്നത് അവിടെയാ. ഹല്ലേലൂയ. എരിഹോ എന്താണ്? ജയത്തിൻ്റെ സ്ഥലമാണ്. ആമേൻ. ജയത്തിൻ്റെ സ്ഥലമാണ്. എവിടാ ജയം വന്നേ? നമുക്കറിയാം. യോശുവ പണ്ട് ഇസ്രായേൽ മക്കളുടെ വഴിയാത്ര മുടക്കാൻ തക്കവണ്ണം ഉയർന്നിന്ന അവൻ എരിഹോവിന്റെ മുൻപിൽ നിന്നിട്ട് ഇസ്രായേൽ ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? എരിഹോ ഉടഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ അവൻ ജയത്തെ പ്രഖ്യാപിച്ച സ്ഥലമാണ് എരിഹോ. ഹല്ലേലൂയ. ആ എരിഹോവിൽ വരുമ്പോൾ ജയമുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ജയിച്ച് നമ്മൾ അന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ ഒരുവിധം മറുപടിയൊക്കെ ആയി. ഹല്ലേലൂയ. പിള്ളേരുടെ കല്യാണം നടന്നു. നടക്കാത്തവരുണ്ട്, എല്ലാം നക്ക സമയം നടന്നോളും. പിള്ളേരുടെ കല്യാണം നടന്നു, കാറ് കിട്ടി, വീട് കിട്ടി, ഒരുവിധം എല്ലാം കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് ജയിച്ചു പോവുക. നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് ചിന്തിച്ചോണേ. ഹല്ലേലൂയ. നമ്മൾ കംഫോർട്ട് സോണും കടന്നു വന്നു, ഇവിടെ നിന്ന് സേഫ് സോൺ കടന്നു വന്നു. ബേഥേൽ കഴിഞ്ഞു, എരിഹോവിലെത്തി. ഇവിടെ എന്ത് സ്ഥലവാ? ജയത്തിൻ്റെ സ്ഥലം. 3ാമത്തെ ഘട്ടത്തിൽ നിൽക്കുക. ജയത്തിൻ്റെ സ്ഥലവാ. അമേൻ. പ്രവാചക ശിഷ്യൻ പറഞ്ഞു നീ ഇവിടെ നിന്നോ, ഇവിടെ എല്ലാം ജയവാ, നീ തോറ്റു പോകത്തില്ല. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടു പോകത്തില്ല. തൊട്ടു പുറകെ ഏലിയാവും വിളിച്ചു പറയുക, അല്ലയോ എലീശായേ, എന്നെ ദൈവം യോർദാനിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുക, നീ ഇവിടെ നിൽക്കുക. ഹല്ലേലൂയ. എലീശ പറയാ ഇല്ല, ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യത്തില്ല? ഇവിടെ നിൽക്കത്തില്ല. പിന്നെ ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ കൂടെ വരിക. ഞാൻ എങ്ങോട്ട് വരിക? അങ്ങയുടെ കൂടെ. അങ്ങ് എന്നെ എങ്ങോട്ടേക്ക് വിളിച്ചോ, ആമേൻ, അങ്ങ് എങ്ങോട്ടാണോ പോകുന്നത്, ഞാൻ അങ്ങയോട് കൂടെ. യഹോവയാണ്, അങ്ങയുടെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ആമേൻ. ഈ ലോകത്തിന്റെ ചില ജയം കണ്ടെന്ന് പറഞ്ഞ് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനകത്തുനിന്ന് ഞാൻ പുറകോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി കിട്ടുമ്പോൾ ഇനി മതി, അവിടെ തന്നെ നിൽക്കാം എന്ന് ചിന്തിക്കാനല്ല, ആമേൻ, അവിടെ നിർത്താനല്ല നിങ്ങളുടെ യാത്ര. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ക്ഷണിക്കുക. മുൻപിലോട്ടൊരു മേഖലയുണ്ട്, മുമ്പിലോട്ടൊരു വഴി, ആമേൻ, സ്ഥലമുണ്ട്. മുമ്പിലോട്ടൊന്ന് ദൈവം നിന്നെ കുറിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ആരാധിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ജീവിതത്തിനകത്ത് ജയം വന്നിട്ടുണ്ട്. പക്ഷെ സ്വർഗം പറയുക ഇവിടെ അല്ല നിന്റെ സ്ഥലം, നിനക്ക് വേണ്ടി ഞാൻ മറ്റൊന്ന് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നീയായി ഇതിനെ ഓവർകം ചെയ്ത് പുറത്തു വരണം. ആമേൻ, ആമേൻ. ഇവിടെ എരിഹോവിൽ പറയുക നിനക്കിവിടെ ജയമുണ്ട്, നീ ഇവിടെ നിന്നോ, അപ്പുറം പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എലീശ പറയില്ല, പ്രവാചകനോടൊപ്പം ഞാനും പോകുക. ആമേൻ. ചില യോർദാനുകളെ നമ്മൾ കടക്കണം. പുറകിൽ നിന്ന് പിടിക്കാൻ നിൽക്കുന്ന ചിലതിനെ ഓവർകം ചെയ്ത് നമ്മൾ പുറത്തു വരണം. ചില നിന്ദകൾ പുറകിലേക്ക് വലിക്കുമായിരിക്കാം.
ആമേൻ. അവർ ചോദിച്ചു, എടാ നീ ഇത്രയും നാൾ പ്രവാചകന്റെ പുറകെ നടന്നു, ഈ പ്രായം ചെന്ന ഏലിയാവിന്റെ പുറകെ പോയാൽ ഏലിയാവ് എടുക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ കാര്യം എന്താകും? നിന്റെ കാര്യം എന്താകും? എലീശ പറയും, നിങ്ങൾക്ക് ബേഥേൽ മതി, നിങ്ങൾക്ക് ഗിൽഗാൽ മതി, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ നന്മ മതി, നിങ്ങൾക്ക് എരിഹോ മതി, പക്ഷെ എന്റെ നോട്ടം അതല്ല, അതിലും മേത്തരമായതൊന്നാ എന്റെ പ്രതീക്ഷയാ. ഞാൻ അതിനു വേണ്ടിയാ ഓടുന്നേ, ഞാൻ അതിനു വേണ്ടിയാ ഓടുന്നേ. ഞാൻ പറയും, അവൻ വില മനസ്സിലാക്കിയവൻ വില ഉള്ളതിന്റെ പിന്നാലെ പോകത്തുള്ളൂ. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് നിധിയുണ്ടെന്ന് പറഞ്ഞ് ഒരു വയൽ വാങ്ങിയത്രേ. എന്താ കാര്യം? അതിനകത്ത് നിധിയുണ്ട്. അവിടെ യേശു പറഞ്ഞ ദൈവരാജ്യം വാങ്ങുന്നതിനെ കുറിച്ച്. അതുപോലെ ലോകത്തിൽ ഗിൽഗാൽ മുൻപിൽ വന്നപ്പോൾ അതിനെ തരണം ചെയ്ത്, ബേഥേൽ മുൻപിൽ വന്നപ്പോൾ അതിനെ തരണം ചെയ്ത്, ആമേൻ, എരിഹോ മുൻപിൽ വന്നപ്പോൾ അതിനെ തരണം ചെയ്ത്, അടുത്തൊരു യോർദാനുണ്ട്, അത് കടക്കുക ദുഷ്കരമായ കാര്യമാണ്. പലരും വന്ന് ബേഥേലിലും എരിഹോവിലൊക്കെ നിൽക്കുക, അടുത്ത് വരുന്നത് യോർദാനാണ്. ഏലിയ പറയും, എന്നെ യോർദാനിലേക്ക് അയച്ചേക്കുക. ഈ യോർദാന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യോർദാന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യോർദാൻ എന്ന പേരിന്റെ അർത്ഥം ന്യായവിധിയുടെ നദി എന്നാ. നമ്മൾ പലപ്പോഴും പറയല്ലോ മരണ യോർദാൻ എന്ന് പറഞ്ഞു കേട്ടുള്ള എത്ര പേരുണ്ട്? ആമേൻ. ഇത് ന്യായവിധിയുടെ യോർദാൻ, ന്യായവിധിയുടെ നദി എന്ന യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, ആമേൻ. ഒന്ന് ചിന്തിക്കുക, ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ അടുത്തൊരു നദിയുണ്ട്, അത് നമ്മൾ കടക്കണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ആമേൻ ഈ ലോകത്തിലുള്ളതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അതിലും ബെറ്ററായ അടുത്തൊരു ചോയ്സിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ യോർദാൻ കടന്നേ മതിയാകത്തുള്ളൂ. യോർദാൻ കടന്നേ മതിയാകത്തുള്ളൂ. ചില വൈഷമ്യങ്ങൾ വരും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൊന്നുകളയത്തക്കവണ്ണം, നിങ്ങളുടെ ആത്മ മനുഷ്യനെ ഇല്ലാതാക്കത്തക്കവണ്ണം പ്രതിസന്ധിയും നിന്ദയും കയ്പുകളും നിന്റെ ജീവിതത്തിനകത്ത് വരുമ്പോ അവിടെ പറയണം, ഇവിടെ ഞാൻ മരിച്ചേക്കാം, പക്ഷെ എന്നിലൂടെ കർത്താവ് ജീവിക്കാൻ പോകുന്നു. ഈ യോർദാൻ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളെ അങ്ങ് കൊല്ലും. എന്നെ മനസ്സിലാക്കുവോ നിങ്ങള്? ഞാൻ പറയുന്ന ആശയം മനസ്സിലാക്കുവോ? എന്റെ കൂടെ ഉണ്ടോ? ശക്തിയോടൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഉറക്കം വന്നില്ലല്ലോ? രണ്ട് കരങ്ങളെ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾ ഉറങ്ങിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കൈ ഉയർത്തി. ചിലർ കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അത് വരാതിരിക്കാൻ വേണ്ടി രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. ഈ യോർദാന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് നമ്മളെ അങ്ങ് കൊല്ലും. ഞാൻ പറയും, അങ്ങ് മരിച്ചു കൊടുത്തേക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യും? കൊല്ലും. യോർദാൻ മരണനദിയ. അവിടെ പക്ഷെ മരിക്കേണ്ടത് നമ്മുടെ ആത്മ മനുഷ്യനായിരിക്കരുത്, അവിടെ മരിക്കേണ്ടത് ഞാൻ എന്ന വ്യക്തിത്വമായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന്മാർ ലേഖന വേദഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ചില യോർദാൻ കടക്കുമ്പോ നീ എന്ന വ്യക്തിത്വം മാറും. നിന്റെ സ്വഭാവം, നിന്റെ രീതികൾ, നിന്റെ സകല സാഹചര്യങ്ങളെയും സ്വർഗം ഉടച്ചിട്ട് പുതിയൊരു വ്യക്തിത്വമായി സ്വർഗം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുക. ഡബിൾ പോർഷൻ ലഭിക്കേണ്ടതിന്റെ അവസാന ഘട്ടം അതാ. നിന്ദിക്കാൻ പറ്റുന്നിടത്തോളം നിന്ദിക്കും, കരയിക്കാൻ പറ്റുന്നിടത്തോളം കരയിക്കും, ഞെരുക്കാൻ പറ്റുന്നിടത്തോളം ഞെരുക്കും, ഉടയ്ക്കാൻ പറ്റുന്നിടത്തോളം ഉടയ്ക്കും, തകർക്കാൻ പറ്റുന്നിടത്തോളം തകർക്കും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ അങ്ങയുടെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി ഉടയാൻ ഞാൻ തയ്യാറാണ്, അങ്ങയുടെ കയ്യാൽ ഉടയാൻ ഞാൻ തയ്യാറാ, എന്നെ ഉടയ്ക്കണമേ. നമ്മളെപ്പോഴും എനിക്ക് കഴിഞ്ഞ നാളുകൾ ഒരു ബ്രദറിന്റെ വർഷിപ്പിങ്ങിനെ കേട്ടപ്പോൾ എന്നെ ടച്ച് ചെയ്തൊരു ഭാഗമാ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞങ്ങളെ ഉപയോഗിക്കണേ, ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്നാ.
പക്ഷെ ഒരു വിദേശത്തൊരു ശക്തിയോടെ കർത്താവ് ഉപയോഗിച്ചിരുന്ന ഒരു അഭിഷിക്തൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവെ എന്നെ ഉടയ്ക്കണമേ എന്ന്. എന്നെ ടച്ച് ചെയ്തു, അത് ഭയങ്കരമായി. ദിവസങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയുന്ന പ്രാർത്ഥന, കർത്താവ് എന്നെ ഒന്ന് ഉടയ്ക്കണമേ. കർത്താവ് അങ്ങ് ഉടച്ചോണ്ടിരിക്കുക. അല്ലെ, കർത്താവ് എന്നെ അങ്ങ് ഉടയ്ക്കണമേ, എനിക്ക് ഞാൻ വേണ്ട, എനിക്ക് എന്നിൽ അങ്ങ് മതി, എന്നെ ഉടയ്ക്കണമേ. ഉടയ്ക്കാൻ ആള് വിടും, അതിൽ നീരസപ്പെടാതെ ദൈവം ഉടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കക്കിണങ്ങി നീ ഒന്ന് ഇരുന്നു കൊടുത്താൽ ദൈവം നിങ്ങളെ ഉടച്ച് പണിയാൻ പോവുക. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, ദൈവമേ അങ്ങയുടെ കക്കിണങ്ങുന്ന പാത്രമായി എന്നെ ഒന്ന് ഉടച്ച് പണിയണമേ. എന്നെ ഒന്ന് ഉടച്ചു പണിയണമേ. നമുക്ക് ഉടയാൻ വയ്യ. നമുക്ക് നമ്മളെന്ന വ്യക്തിത്വത്തെ ആമേൻ ഹല്ലേലൂയ ആമേൻ വിട്ടുകൊടുക്കാൻ വയ്യ. ഇന്ന് പകൽക്കാലം ചില യോർദാനിൽ നമ്മൾ മരിക്കണം. യോർദാൻ കടന്ന് അക്കരെ പോകുന്നത് ഒരു പുതിയ വ്യക്തിയാ, ഒരു പുതിയ ആത്മമനുഷ്യനാ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് ചില യോർദാനുകളെ കടന്ന് അക്കരെ വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുക. അവിടെ ഞാനില്ല. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ഞാനില്ല, അവിടെ ഞാനില്ല. പൗലോസ് പറയുക, അങ്ങില്ലെങ്കിൽ ഞാനൊന്നുമില്ല. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തുവാ. ചിന്തിച്ചു നോക്ക്, പൗലോസിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ന്യായപ്രമാണ ശാസ്ത്രി, പരീശന്മാരിൽ പരീശൻ, റോമ പൗരത്വം, അവൻ ജന്മനാലുള്ളവൻ. മഹത്വം പറയാൻ എന്തെല്ലാം ഉണ്ടായിരുന്നു പൗലോസിന്. പക്ഷേ ആ യോർദാൻ്റെ കടവ്, പൗലോസിൻ്റെ യോർദാൻ ദമസ്കോസിൻ്റെ പടിവാതിൽക്കലായിരുന്നു. അവിടെ വെച്ച് തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ താൻ മുഴുവനായി ഉടഞ്ഞു. അധികാരപത്രത്തോടെ കുതിര പുറത്തിരുന്നവൻ കുതിരപ്പുറത്തൊന്ന് നിലത്തോട്ട് വീണ് കിടന്ന് പറയുക, കർത്താവേ ഏൽപ്പിച്ചു തരിക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ആരെങ്കിലും മുറിവേൽപ്പിച്ചാൽ ഭയങ്കര സങ്കടമാ. പിന്നെ അവർക്കടുത്ത് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ മരിക്കട്ടെ. ചില യോർദാനുകൾ കടന്നു പോകുമ്പോൾ ഞാനെന്ന വ്യക്തിത്വം മരിക്കും, എൻ്റെ ആഗ്രഹങ്ങൾ മരിക്കും, എൻ്റെ ചിന്തകൾ മരിക്കും. അവിടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മളിൽ ജയമെടുക്കാൻ തുടങ്ങുന്നേ. അവൻ വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണമെന്നോ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ദൈവം നിങ്ങൾക്കൊരു ഡബിൾ പോർഷൻ വെച്ചിട്ടുണ്ട്, ഒരു ഡബിൾ പോർഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താ? അത് ഗിൽഗാലിൽ ഒതുങ്ങുന്നുവോ, അതോ ബേഥേലിൽ ഒതുങ്ങുന്നുവോ, അതോ ആമേൻ എരിഹോവിൽ ഒതുങ്ങുന്നു, അതോ യോർദാൻ കടന്ന് അക്കരെയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ സ്വർഗ്ഗം ചെയ്തെടുക്കാൻ പോവാ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഇനി ഞാനല്ല, എന്നിൽ നീ. ഞാനല്ല പപ്പ, ഇനി എന്നിൽ നീ. ഞാൻ യോർദാൻ കടക്കട്ടെ, ഞാൻ അവിടെ ഒതുങ്ങട്ടെ. എന്നിൽ ക്രിസ്തുവിന്റെ സ്വഭാവം, എന്നിൽ ദൈവിക ഇച്ഛകൾ വളരട്ടെ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന ആശയങ്ങൾ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവോ? യോർദാൻ കടക്കണം. ആമേൻ. എലീശ പറയുക, ഞാൻ യോർദാൻ ഇക്കരയല്ല, ഞാൻ പ്രവാചകനൊപ്പം യോർദാൻ അക്കരയാ. യോർദാൻ മരണ നദിയാ, അവിടെ നമ്മൾ മരിക്കും. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ്, നമ്മൾ എഴുന്നേൽക്കും അപ്പരെ. ഹല്ലേലൂയ. അത്രയും കടമ്പകൾ പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ചോദ്യം വന്നേ. അപ്പോഴാണ് ഏലിയാവിൻ്റെ ചോദ്യം വന്നേ. നീ എൻ്റെ കൂടെ ഗിൽഗാൽ കടന്നു വന്നു, ബേഥേൽ കടന്നു, അവിടെ നീ നിന്നില്ല, അവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ പ്രലോഭിപ്പിച്ചില്ല. എരിഹോ വന്നു, എരിഹോവിൻ്റെ ജയം കൊണ്ടും നീ തൃപ്തനായില്ല. നീ യോർദാൻ കടന്നു, നിന്നെ തന്നെ ഒഴിച്ചു വെച്ച് എൻ്റെ കൂടെ യോർദാൻ കടന്ന് ഇപ്പറ വന്നു. ഇനി നീ ചോദിക്ക, നിനക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എലീശ പറയുക, എനിക്ക് അങ്ങയുടെ മേൽ കിടക്കുന്നതിൻ്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ മേൽ കിടക്കുന്നതിൻ്റെ ഇരട്ടി പങ്ക്. അഭിഷിക്തന്മാരെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും ഒക്കെ നോക്കിയിട്ട്
പറയാൻ എളുപ്പമാ. ഞാനും പറയും, കർത്താവേ ഈ നിൽക്കുന്ന പോലെ പോലെ അടുത്ത ലെവലിലോട്ട്. പറയാൻ എളുപ്പമാ, പക്ഷേ വഴി ദുഷ്കരവാ. നിങ്ങൾക്ക് ഭൗതിക മണ്ഡലത്തിൽ നിന്നുണ്ടായാലും ഞാൻ പറയാം, നിങ്ങൾ നിൽക്കുന്ന പ്രതിസന്ധിക്ക് ഓവർകം ചെയ്ത് പുറത്തു വരിക എന്നുള്ളത് പറയാൻ എളുപ്പമാ, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചിലതിനെ നിങ്ങൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ മുമ്പോട്ട് പോയേ മതിയാകത്തുള്ളൂ. ഗിൽഗാലിനെ വിട്ടേ പറ്റത്തുള്ളൂ, ബേഥേലിനെ വിട്ടേ പറ്റത്തുള്ളൂ, ജെരിഹോവിലുള്ള ലക്ഷ്യം വിട്ടേ പറ്റത്തുള്ളൂ. യോർദാൻ കടന്നേ പറ്റത്തുള്ളൂ. അവിടെ ദൈവം വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ളത്. എലീശയോട് ചോദിക്കുക, എലീശ എന്തു വേണം? എലീശ പറയുക, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണം. ഏലിയാവ് പറയുക, ഇപ്പോഴാണ് എനിക്ക്. ഏലിയാവിന് മനസ്സിലായില്ല എന്താ വാസ്തവത്തിൽ എലീശയ്ക്ക് വേണ്ടതെന്ന്. ഹല്ലേലൂയ. ഏലിയാവിനെ ജീവനോടെ ദൈവം എടുക്കാൻ പോവുക. ഏലിയാവിന് അറിയത്തില്ല എന്താ പുള്ളിക്ക് വേണ്ടതെന്ന്. ഏലിയാവ് എന്ത് വേണം? പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മേൽ കിടക്കുന്നൊരു ഇരട്ടി പങ്ക് ആത്മാവിന് വേണം. ഏലിയാവ് പറയാ, നീ കൊള്ളാം, ഹല്ലേലൂയ, നീ കൊള്ളാം, നിനക്കത് ലഭിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണണം. ഞാൻ എടുക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്രവാചകന്റെ മേൽ നിന്ന് കണ്ണങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ആർക്ക് അനുവാദമില്ല? ഏലീശയ്ക്ക് അനുവാദമില്ല. അത്രയും ശ്രദ്ധയോടെ ദൈവം തന്നെ ആർക്ക് ഏൽപ്പിച്ചോ അവർക്ക് കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അങ്ങോട്ടും നോക്കാൻ പാടില്ല, ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. പ്രവാചകന്റെ പിന്നാലെ നടക്കണം. വചനം പറയുന്നു, അതിശക്തിയായ ചുഴലിക്കാറ്റിൽ ഏലിയാവ് എടുക്കപ്പെടുക. ഏലീശ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഗിൽഗാൽ കടന്നു വന്ന്, ബേഥേൽ കടന്നു വന്ന്, ജെരിഹോ കടന്നു വന്ന്, യോർദാൻ കടന്നു വന്ന് പ്രവാചകന്റെ പിന്നാലെ നടക്കുന്ന ഏലീശ കാണുക. ഹല്ലേലൂയ, ആമേൻ. അഗ്നിമയമായ രഥങ്ങൾ വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നത് വചനം പറയുന്നു. അവിടെ നിന്ന് ഏലീശ നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളോ. വചനം പറയുന്നത് എന്തെന്നറിയാവോ? ആമേൻ. വെയിറ്റുള്ള ഏലിയാവ് സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ ഇടിക്കപ്പെടുമ്പോ നിസ്സാരം 1 കിലോയ്ക്ക് താഴെ മാത്രം വെയിറ്റുള്ള ഏലിയാവിൻ്റെ പുതപ്പ ഏലീശയെ തേടി താഴേക്ക് വരിക. ഇന്ന് പകൽക്കാലം ചിലത് കടന്നു പുറത്തു വന്നവരുണ്ടോ? കർത്താവേ, എൻ്റെ വന്ന വഴി ദുഷ്കരമായിരുന്നു, കേൾക്കാൻ നിന്നയില്ല, അവൻ കേൾക്കാത്ത പരിഹാസ വാക്കുകളില്ല, അനുഭവിക്കാത്ത കഷ്ടങ്ങളില്ല, അനുഭവിക്കാത്ത പ്രതിസന്ധികളില്ല. ചിലത് കടന്ന് ഞാൻ പുറത്തു വന്നു. സ്വർഗ്ഗമേ, ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി. ചിലതിനെ ഓവർകം ചെയ്ത് എനിക്ക് പുറത്തു വരണം. ഇന്നുകളിൽ എന്നെ ഉടക്കാൻ ശ്രമിക്കുന്ന, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ചിലതിനെ ഓവർകം ചെയ്ത് എനിക്ക് പുറത്തു വരണം. എനിക്ക് തോൽക്കാൻ മനസ്സില്ല. എന്നെ പരിഹസിച്ചവരുടെ മുൻപാകെ എനിക്ക് തല ഉയർത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ. അതിന് നിങ്ങളുടെ മേൽ ഡബിൾ പോർഷൻ വരണം, ഇരട്ടി പങ്ക് ആത്മാവ് വരണം. ഹല്ലേലൂയ. എലീശ നോക്കി നിൽക്കുക, ഏലിയാവിന്നത് പുതപ്പൊരിക. വചനം പറയുന്നത് ഇങ്ങനെയാ, ഈ പുതപ്പ് അവിടെ നിന്ന് വീഴുന്നത് കണ്ട മാത്രയിൽ ഏലീശ തൻ്റെ വസ്ത്രത്തെ വലിച്ചു കീറി. ഞാൻ അത്രയും ഭാഗം വായിക്കുമ്പോൾ എന്നെ ഭയങ്കരമായി പിടിച്ചു കുലുക്കിയ ഒരു ഭാഗമാത്. തൻ്റെ വസ്ത്രത്തെ പിടിച്ചു കീറി. എന്താ കാര്യം? ആമേൻ. ഞാനല്ല ഇനി, ദേ വരുന്ന പുതപ്പ. ഇനി എൻ്റെ വ്യക്തിത്വമല്ല. ഇപ്പോൾ അവൻ സ്വന്തം വസ്ത്രം എന്ന് പറയുന്ന സ്വന്തം സ്വഭാവ രീതിയായിരിക്കാം, ചിന്താഗതികളായിരിക്കാം, ആറ്റിറ്റ്യൂഡുകളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, പാപ സ്വഭാവമായിരിക്കാം, ലോകത്തിലുള്ളത് എന്തൊക്കെയോ താൻ വലിച്ചേറി കളഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഐ ആം റെഡി, ഞാൻ റെഡിയാ. അങ്ങയിൽ നിന്ന് വരുന്ന ആ പുതപ്പിനെ പ്രാപിക്കാൻ ഞാൻ റെഡി. യേശു കർത്താവ് എന്താ പറഞ്ഞേ? പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല.
ഇന്ന് കർത്താവിന് ചിലരെ പുതിയതിനാൽ അഭിഷേകം ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ചോദിക്കും, ഞാനൊരു സാധാരണ മനുഷ്യനാ, ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന, വീട്ടുകാര്യം നോക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, എനിക്ക് ഈ പുതപ്പ് കൊണ്ട് എന്നാ എടുക്കാനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അപ്ലൈ ചെയ്യാനാ. അവിടെ എല്ലാം ഈ അഭിഷേകത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മ മാറ്റിമറിക്കും. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കാൻ പറ്റും. നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, ഒരു സാധാരണ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന വ്യക്തി, എന്തോ ആയിക്കൊള്ളട്ടെ. ഈ പുതപ്പിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഏലീശ ഈ പുതപ്പ് വിടാതെ പുറകെ നടന്നതെന്നറിയാമോ? ഇതൊരു കവറിങ്ങാ, ഇതൊരു കവറിങ്ങാ, ഇതൊരു കവറിങ്ങാ, ഇതൊരു കെയറിങ്ങാ. ഒന്ന്, ഇത് പ്രൊട്ടക്ഷനാണ്. രണ്ട്, ഇത് കരുതലാണ്, സംരക്ഷണമാണ്. രണ്ട്, ഇത് കരുതലാണ്. ഇത് പുത്രത്വത്തിന്റെ പുതപ്പാ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ പറയും, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ഇരട്ടി പങ്കു, അങ്ങയുടെ ആത്മാവ് ഇരട്ടി പങ്ക എൻ്റെ മേൽ വരണം. ഞാൻ പറയാം, പുതപ്പൊന്നു വീണാൽ നമ്മുടെ ജീവിതം മാറും. ജീവിതം മാറും, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും, അവസ്ഥകൾ മാറും, ചുറ്റുപാടുകൾ മാറും. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം മാറും. മനുഷ്യരോട് നിങ്ങളുടെ ആഗ്രഹം, ലോകത്തോട് നിങ്ങളുടെ ആഗ്രഹം മാറി കർത്താവിനോടാകും. ഈ പുതപ്പ് നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങളുടെ പരാജയങ്ങൾ മാറും. നിങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ ഈ പുതപ്പിന് പറ്റും. നിങ്ങൾ തോറ്റുപോകാതെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കാൻ, നിർത്തുവാൻ ഈ പുതപ്പിന് ശക്തിയുണ്ട്. ഞാൻ ഒരനുഭവം പറയാം, ഒരനുഭവം എന്നെ ഏറ്റവും സ്പർശിച്ച അനുഭവം. അത് നമ്മുടെ വർഷിപ്പ് ചെയ്യുന്ന ജോയ് ബ്രദറിൻ്റെ സഹോദരി ഷീന എന്ന പേര്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മേളായിട്ടുണ്ടാകും. ഞങ്ങൾ കാഞ്ഞിരംകുളം ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രദർ അപ്പോഴേ പാട്ട് പാടാനായിട്ട് അവിടെ വരും. ഇവിടോട്ട് വരുന്നതിന് ശേഷമാണ് ആ സമയത്ത് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അണ്ണാന്നാ വിളിക്കുന്നത്. എന്ത് പറഞ്ഞു, എനിക്ക് ചേച്ചിക്ക് സുഖമില്ലാതെ വീട്ടിൽ ഇരിക്കുവാണ്. ആ സമയത്ത് ഞങ്ങൾ 10 ദിവസം ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. വന്ന് പറയുന്നത് എനിക്കൊന്ന് 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതമായൊരു വിഷയമാണ് വിഷയം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എത്രയും ദിവസമായി സുഖമില്ലാതിരിക്കുന്നു. അന്ന് 3-ാമത്തെ ദിവസം വന്നിട്ട് പറയുക, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റിംഗ്, ഞങ്ങൾ രണ്ടുപേരും ഫാസ്റ്റിംഗാന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചു വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ സഹോദരി ഉറക്കമില്ല, മരിക്കണമെന്ന ചിന്ത. അവർ വീടൊരുമിച്ച് ആ സഹോദരിക്ക് കാവൽ നിൽക്കുക. ഹല്ലേലൂയ. വീടൊരുമിച്ച് സഹോദരി കാവൽ നിൽക്കുക. ചെന്നു പ്രാർത്ഥിച്ചു, വേറൊന്നും സംഭവിച്ചില്ല. കുറേ ഏമ്പക്കം വിട്ടു, കുറേ ഏമ്പക്കം വന്നു, ഏമ്പക്കം വിട്ടു. പക്ഷെ ആ സഹോദരിക്ക് വ്യത്യാസമായി. ആമേൻ. ഉറങ്ങി, അന്ന് രാത്രി ഉറങ്ങി. അവരോട് പറഞ്ഞു, പിറ്റേന്ന് ചർച്ചിൽ മീറ്റിംഗ് 10 ദിവസം കണ്ടിന്യൂസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ചർച്ചിൽ മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഒരു മീറ്റിങ്ങിന് വന്നു. ആ മീറ്റിങ്ങിൽ കഴിഞ്ഞപ്പോൾ ആ സഹോദരി സ്വസ്ഥയായി. ഹല്ലേലൂയ, ആമേൻ. അസ്വസ്ഥയായി ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങി. ആമേൻ. ആ മരണചിന്തകളിൽ നിന്ന് ഒരു പരിധി വരെ പുറത്തു വന്നു. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ചർച്ചിൽ, ആമേൻ, 2013 വരുന്നത്. അതിന് മുന്നേ നടന്ന കാര്യമാണ്. 10 വർഷത്തിന് മേളായപ്പോൾ ഇവിടെ ചർച്ചിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന ഒരു സമയത്ത് അവർ ആ സമയത്ത് അഭിഷേകത്തിന് വേണ്ടി ഈ പുതപ്പൊന്ന് വീണ് കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആമേൻ, അഭിഷേകത്തിന് വേണ്ടി. ആ സമയത്ത് ഈ സഹോദരി ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ അവരുടെ മേൽ അഭിഷേകം വന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ആമേൻ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ പിന്നാലെ, എനിക്ക് ഇന്നത്തെ പോലെ ആ വിഷയങ്ങളെല്ലാം ഓർമ്മയുണ്ട്, ആരോ എൻ്റെ പിന്നാലെ നടന്നു വരും. പിന്നെ എൻ്റെ പ്രാർത്ഥന സ്റ്റക്കാവും, പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു, ശരി, കണ്ണടയ്ക്കുക, ചേച്ചി പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സഹോദരിയിൽ നിന്ന് ഒരു പൈശാചിക മണ്ഡലം വെളിപ്പെട്ടു. ഒന്നല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. പൈശാചിക മണ്ഡലം വെളിപ്പെട്ടു. ആമേൻ. ആ സഹോദരിയും ആ സഹോദരിയുടെ മകൻ, ആമേൻ, 2 പേരും ഒരുപോലെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആമേൻ. 2 പാത്രങ്ങളിലെ 2 പേരും ഒരുപോലെ എന്തോ കറുപ്പും വെള്ളയുമായിട്ട് ചേർന്ന സംഭവങ്ങൾ ഛർദ്ദിച്ചു വെച്ചു. ആമേൻ. ഏകദേശം 3 ദിവസം എടുത്തു. രാവിലെ എഴുന്നേറ്റിരുന്ന് മണിയടിക്കാൻ തുടങ്ങും. ക്ഷേത്രത്തിൽ മണിയടിക്കുന്ന സമയമാകുമ്പോൾ ഇവർ അവിടെ എഴുന്നേറ്റിരുന്ന് മണിയടിക്കും.
കൈ എടുത്ത് ഇങ്ങനെ വെച്ച് മണിയടിച്ചുകൊണ്ടിരിക്കും, ഉറക്കമില്ല. രാവിലെയും രാത്രിയും ഒക്കെ പ്രാർത്ഥിക്കാൻ പോരും. മൂന്നാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് രാത്രി അവരുടെ വീട്ടിലൊരു പ്രയറും വെച്ചിട്ടാണ്. ജോയി ബ്രദറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു, പ്രയറും വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി സ്വർഗം ആ സഹോദരി പൂർണ്ണമായി വിടുവിച്ചു. രാവിലെ ഇവിടെ നിന്ന് പോയപ്പോഴൊരുവിധമായി, രാത്രി അവിടെ ചെന്ന് രാത്രി ഭവന മീറ്റിംഗ് കൂടെ ആയപ്പോൾ ഓക്കെ ആയി. ഹല്ലേലൂയ, ആമേൻ. ചില അസ്വസ്ഥതകൾ ഇടയ്ക്ക് ഉണ്ടായി, പക്ഷേ ഇന്നും കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകത്തോടെ നിൽക്കുന്നു. ഞാൻ ഇത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഇത് ഇളകുന്ന സമയത്ത് ഈ പൈശാചിക മണ്ഡലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് എന്നെ അന്ന് ഉറപ്പിച്ചതും ബലപ്പെടുത്തിയുമായിട്ടുള്ളൊരു കാര്യം, എന്നെ ഒന്ന് ബലപ്പെടാൻ സഹായിച്ചൊരു കാര്യമാണ്. ആ പൈശാചിക മണ്ഡലം പറയതാ, ഇവളുടെ പുറത്തൊരു പുതപ്പ് കിടപ്പുണ്ട്, ആ പുതപ്പിനെ അങ്ങോട്ട് എടുത്തു മാറ്റി ഞാൻ അവളെ കൊണ്ടുപോകട്ടെ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇവരുടെ ഉള്ളിൽ നേരത്തെ വന്ന ചിന്ത എന്തോ? മരിക്കണോ ചിന്തയാ. അത് ഇളകി വരുന്ന സമയത്ത് ആ അശുദ്ധ ശക്തി വിളിച്ചു പറയുക, ഇവളുടെ പുറത്തൊരു പുതപ്പുണ്ട്, എനിക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് അവളെ കൊല്ലണം, ഈ പുതപ്പ് അങ്ങോട്ട് എടുത്തു മാറ്റ്. എന്താണെന്നറിയാമോ? നമ്മളിൽ പലരും ഈ കൃപയുടെ പുതപ്പ് വീണതുകൊണ്ടാ പല ശത്രുമണ്ഡലങ്ങളും എടുത്തുകൊണ്ട് പോകാൻ നിന്നിട്ടും അവൻ പോകാതെ നിൽക്കുന്നതാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പലതും നിന്നെ തൊടുമെന്ന് പറയുമ്പോ, പലതും നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോ, നിന്റെ മേൽ ഒന്ന് വന്ന് വീണ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് വരെ കരുതിയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയോ, ഇനിയും കർത്താവിന് വേണ്ടി ഒരു പുതപ്പ് ഇന്ന് പകൽക്കാലം വരുന്നുണ്ട്. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ പറയണം, കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ ആത്മമണ്ഡലത്തിന് അറിയത്തക്ക രീതിയിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം എൻ്റെ മേൽ ചലിക്കണമെന്ന് പറയണം. ഇന്ന് പകൽക്കാലം പറയാൻ ആ അഭിഷേകം എൻ്റെ മേൽ വേണം. ആ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം പറയോ, കർത്താവേ, എനിക്ക് അഭിഷേകത്തിൽ നിൽക്കുന്നവർ പറഞ്ഞോ, എനിക്ക് അവിടെ നിന്നാ പോരാ, ഇരട്ടി പങ്ക് ആത്മാവ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഈ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് വന്നു കഴിഞ്ഞപ്പോ ഏലീശയ്ക്ക് പറയാനൊന്നുണ്ട്. ഏലിയാവ് നിർത്തിയെടുത്തെന്ന് എന്നെ ദൈവം സ്റ്റാർട്ട് ചെയ്തു. ഏലിയാവ് ശുശ്രൂഷ അവസാനിപ്പിച്ചത് യോർദാൻ പിളർന്നുകൊണ്ടാ. ഏലീശ ശുശ്രൂഷ തുടങ്ങിയത് യോർദാൻ പിളർന്നുകൊണ്ടാ. ഏലിയാവ് പരാജയപ്പെട്ട സ്ഥാനത്ത് ഏലീശ തല നിവർത്തി നിന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞ, കർത്താവേ, എൻ്റെ മേൽ അഭിഷേകം വേണം. അഭിഷേകം പ്രാപിച്ചവർ പറഞ്ഞ ഇരട്ടി പങ്ക് വേണം. ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും കണ്ണുകൾ മൂടിയേ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റേ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ ആയിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ ഒരു പുതപ്പ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ആമേൻ. ചില രോഗങ്ങളെ കൊണ്ടിട്ട് ചില പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ജീവന് വേണ്ടി വാദിച്ചു നിൽക്കുമ്പോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആ പുതപ്പിനെ നിങ്ങളുടെ മേൽ അയച്ച് നിങ്ങളെ കവർ ചെയ്യാൻ പോവുക. പറഞ്ഞ, കർത്താവേ, ഞാനെന്ന വ്യക്തിത്വം വേണ്ട, ഞാൻ അതിനെ കീറിക്കളയുക. ഇന്ന് പകൽക്കാലം എനിക്ക് അങ്ങയുടെ അഭിഷേകം ഇരട്ടി പങ്കായി എൻ്റെ മേൽ വീഴണം. ആഗ്രഹിക്കുന്നവന് വേണ്ടി ഒരു പുതപ്പ് വരാൻ പോവുക. ആഗ്രഹിക്കുന്നവരെ കവർ ചെയ്യാൻ അവൻ നീ തകർന്നു പോകും എന്ന് സാത്താൻ പറയുന്നു, പൈശാചിക മണ്ഡലങ്ങൾ പറയുന്നു. അതേ സ്ഥാനത്ത് നിങ്ങളെ നിർത്തുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്. പരിശുദ്ധന്മാരോട് ഇങ്ങനെ പറയുന്നു, ചില നാളുകളായി മരണഭയം വേട്ടയാടുന്ന ചിലർ, മരണഭയം, മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുക, ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ നിന്നെ മരിച്ചു പോകുമോ എന്ന് നിന്നെ ഭയപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞേ, കർത്താവേ, എനിക്കറിയാം ഒരു ശത്രുവിനും വിട്ടുകളയാതെ എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു പുതപ്പ് അങ്ങയുടെ പക്കലുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം പറയാ, പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന ചില മരണ ഭയങ്ങളെ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റാൻ പോവുക. നിന്നെ
ഒരു ശത്രുവും കൊണ്ടുപോകത്തില്ല. മരിക്കണമെന്ന് ചിന്ത വരുന്ന, മരണ ഭയങ്ങൾ വരുന്ന, മരിച്ചു പോകുമോ എന്ന് പേടി കൊള്ളാകുന്ന ആ വ്യക്തികൾ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചോ. വേറെ ആരും കണ്ണു തുറക്കരുത്. ഇതിനകത്ത് ഈ സമയം ദൈവത്തിന്റെ സമയം, പരിശുദ്ധാത്മാവിന്റെ സമയമാ. മരണ ഭയം, മരണ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന, മരണ ചിന്തകളാൽ വേട്ടയാടപ്പെടുന്ന ഈ വ്യക്തികളുടെ മേൽ ഇപ്പോൾ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴട്ടെ, അത് വീഴട്ടെ, അത് വീഴട്ടെ, അത് വീഴട്ടെ. സ്വർഗം പൊതിയുക, സ്വർഗം പൊതിയുക. നിങ്ങളെ ആ പുതപ്പ് കൊണ്ട് സ്വർഗം നിങ്ങളെ പൊതിയുന്നു. നിങ്ങളുടെ ആത്മ കണ്ണുകളെ നിങ്ങൾ തുറക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിയുന്ന നിങ്ങൾ കാണും. ആ പുതപ്പ് നിങ്ങളുടെ മേൽ വന്ന് വീഴുന്ന നിങ്ങൾ കാണും. നിങ്ങൾ അശക്തരല്ല, നിങ്ങൾ തോൽവിയല്ല. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരെ കവർ ചെയ്യുക. അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽക്കാലം വന്നു വീഴട്ടെ. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരെ സന്ദർശിക്കട്ടെ. തോൽവിയാന്ന് മന്ത്രണം ചെയ്യുന്നത് പോലെ, ആരോ ഇങ്ങനെ ഇമ്പോസിഷൻ പറയുന്നത് പോലെ, ആമേൻ, ഹൃദയത്തിനകത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില വ്യക്തികളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കാണുക. നിങ്ങളൊരു തോൽവിയാന്ന്. ഒരു ആമേൻ, അപ്പൻ, മകൻ, മകൾ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഏത് സാഹചര്യത്തിലായാലും നിങ്ങളൊരു തോൽവിയാന്ന്. നിങ്ങളെ നോക്കി ഹൃദയത്തിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിട്ടുമാറാൻ പോകുക. നിങ്ങളെ തോൽവിയാക്കി നിർത്താൻ സ്വർഗത്തിന് പദ്ധതിയില്ല, സ്വർഗത്തിന് താല്പര്യമില്ല. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് നിങ്ങളുടെ തോൽവിയെ മാറ്റുമോ, നിങ്ങളുടെ മേൽ വന്ന് വീഴുക. പറയാൻ പറ്റുമോ കർത്താവേ, എന്റെ മേൽ ആ പുതപ്പ് ഇന്ന് പകൽക്കാലം വീഴണം. എത്രവർക്ക് താല്പര്യമുണ്ട് അതെനിക്കൊന്ന് കാണണമെന്ന്? എൻ്റെ മേൽ ആ പുതപ്പ് വീഴണം, എനിക്കത് കാണണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. അവൻ ഈ പുതപ്പിൻ്റെ ശകലങ്ങൾ, പുതപ്പുകൾ അവൻ വന്ന് ജനത്തിൻ്റെ മേൽ വന്ന് വീഴുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മ കണ്ണ് തുറന്ന് നിങ്ങളുടെ മേൽ അത് വന്ന് വീഴുന്നത് കാണണമെങ്കിൽ പറയുക, കർത്താവേ എൻ്റെ മേൽ ആ പുതപ്പ് വന്ന് വീഴണം. യോർദാൻ കടന്ന്, ബേഥേൽ കടന്ന്, അവൻ എരിഹോ കടന്ന് അവൻ നിൽക്കുന്ന വ്യക്തികളുണ്ട്. പറയുക, കർത്താവേ എനിക്ക് വേണ്ടത് ഡബിൾ പോർഷനാ. ഇന്നലകൾ ആരൊക്കെയോ തളർന്നു പോയെടുത്ത് ഞാൻ തോറ്റുപോകാനല്ല, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? അടുത്തൊരു ശുശ്രൂഷയ്ക്കായി നിന്റെ നാവിനെ ശക്തീകരിപ്പാൻ, നിന്റെ നാവിനെ ബലപ്പെടുത്തുവാൻ, നിന്റെ നാവിന്മേൽ ദൈവത്തിന്റെ അഗ്നി. പ്രവചിക്കേണ്ടവരിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിനെ തൊടാൻ പോവുക. പ്രവചിക്കേണ്ടവരുണ്ട്. നിങ്ങളുടെ ഭവനങ്ങളെ നോക്കി, ദേശങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി പ്രവചിക്കേണ്ടവരുണ്ട്. ഇന്ന് പകൽക്കാലം പറയുക, സ്വർഗ്ഗമേ എന്നെ വിട്ടുതരിക. ഇന്നലകൾ വന്ന കൃപാവരങ്ങൾ എവിടൊക്കെയോ പിശാച് മൂടിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ തോൽക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നെ തൊടണം. ചില രോഗങ്ങൾ നിങ്ങളെ ഒതുക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, രോഗത്തിന്റെ മുൻപിൽ എനിക്ക് തോൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ജയിക്കണം. എന്റെ മേലെ അഭിഷേകത്തിന്റെ പുതപ്പ്. ദൈവത്തിന്റെ തീ ഇന്ന് പകൽക്കാലം അവൻ ചലിക്കട്ടെ. അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽക്കാലം ആഗ്രഹിച്ച് നിൽക്കുന്നവരെ, വർഷങ്ങളെ നീ പരാജയമെന്ന് പറയുന്ന ചില പൈശാചിക ആധിപത്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഈ പുത്രത്വത്തിന്റെ പുതപ്പ്, ഈ അധികാരത്തിന്റെ പുതപ്പ്, ഈ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽക്കാലം അത് ചലിക്കുന്നു, അത് ചലിക്കുന്നു. അവൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് പകൽക്കാലം ചിലതിന്റെ മേൽ.
ഇന്നലത്തെ പങ്ക് പോരാ, ഇരട്ടി പങ്ക്, ഇരട്ടി ശക്തി, ഇരട്ടി ആത്മശക്തി, ഇരട്ടി അഭിഷേകത്തിന്റെ പങ്ക് എന്റെ മേൽ